നിലമ്പൂരിൽ 20,000 വോട്ടിന്റെ കരുത്ത് കാട്ടിയതോടെ വീണ്ടും സജീവ ചർച്ചയായി PV അൻവറിന്റെ UDF പ്രവേശനം. അൻവർ നിലമ്പൂരിൽ ഫാക്ടറാണെന്ന് തെളിയിച്ചു. UDFിനൊപ്പം മുന്നോട്ടു പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ടു പോകുമെന്നായിരുന്നു ഫലത്തിന് പിന്നാലെയുള്ള അൻവറിന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയിലേക്ക് എടുക്കുന്ന കാര്യവും സജീവ ചർച്ചയാകും. ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായതും വോട്ടെണ്ണലിന് തൊട്ട് മുൻപ് വരെ ചർച്ചയായതും ഒരേ ഒരു പേര്, PV അൻവർ. അൻവർ ഫാക്ടർ ഇല്ലെന്നും തെരഞ്ഞെടുപ്പ് പോരാട്ടം LDFും UDFും തമ്മിലെന്നും പലയാവർത്തി നേതാക്കൾ പറഞ്ഞു. പക്ഷേ ജനം അൻവറിനെ കൈവിട്ടില്ല. 19,760 വോട്ടുകൾ നൽകി. അൻവർ പ്രതീക്ഷിച്ചതുപോലെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ആര്യാടൻ ഷൗക്കത്തിനാണ് മുൻതൂക്കമെന്ന് കണ്ട PV അൻവർ താൻ ജയിച്ചില്ലെങ്കിൽ ഷൗക്കത്ത് ജയിക്കണമെന്ന് പറഞ്ഞു. പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടം എന്നതിൽ UDFുമായി മയപ്പെട്ടു. എനിക്ക് വേണ്ട, ഷൗക്കത്തിന് പോയാലും സത്യത്തിൽ ആൻറ്റി പിണറായി വോട്ട് 10,000 വോട്ട് ആ പെട്ടിയിലേക്ക് വീണിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 50,000 ചില്ലാനമാണ് ഈ പറയുന്ന സ്വരാജ് മുഖ്യമന്ത്രി ഈ വർഗീയത മുഴുവൻ നടത്തിയിട്ട് നിലമ്പൂരിൽ നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ 20,000-ഓളം വോട്ട് നേടുമ്പോൾ വാതിൽ കൊട്ടിയടയ്ക്കാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് UDFും കരുതുന്നു. കരുതലോടെ UDF നേതാക്കളുടെ പ്രതികരണം. അദ്ദേഹത്തിന് കോണ്ടാക്ട് ഉണ്ട്, അദ്ദേഹത്തിന് കുറച്ച് ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം ജനങ്ങൾ വോട്ടിലൂടെ തെളിയിച്ചു. ഇത്ര വോട്ട് കിട്ടുന്ന ആളെ നമുക്ക് തീരെ തള്ളാൻ പറ്റും. കൂടാതിരുന്നല്ലേ അത് തുറക്കാമല്ലോ. വാതില് വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. ദാറ്റ് വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. നമ്മളത് ചർച്ച ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്ന അൻവർ ഫലം വന്നതിന് പിന്നാലെ തിരുത്തി. ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല. അദ്ദേഹത്തിന് വന്ന ഒരു വീഴ്ച അത് എന്നെ അപമാനപ്പെടുത്തുന്നതിന് സമാനമായിരുന്നു. ഈ വിഷയങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത വിഷയം സംസാരിക്കും. അപ്പോഴല്ല അടുത്ത വിഷയം സംസാരിക്കേണ്ടത്. ഒരു മടിയില്ല. എന്താ മടി? ഒരു മടിയില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ മടിക്കേണ്ട കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിനെ കൂടി മുന്നണിയുടെ ഭാഗമാക്കുന്നതാണ് നല്ലതെന്ന് വലിയ വിഭാഗം കരുതുന്നു. അതുകൊണ്ട് തന്നെ നേതൃതല ചർച്ചകൾ നടക്കും. പക്ഷേ അപ്പോഴും മുന്നണിയിലെടുക്കണോ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കണോ എന്ന ചർച്ച നീളും. ഇടനില ചർച്ചകൾക്ക് ആര് മുൻകൈയെടുക്കും? ലീഗിന് ഏറെക്കുറെ താൽപര്യം അസ്തമിച്ചു. അതിനിടയിൽ അൻവറിന്റെ വാവിട്ട വാക്കുകൾ വീണ്ടും വന്നാൽ കാര്യങ്ങൾ പഴയതുപോലെ തന്നെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശക്തി തെളിയിച്ച സന്തോഷത്തിൽ അൻവർ. രാഷ്ട്രീയമായി മുന്നണിയുടെ ബലത്തിൽ വിജയിച്ചതിൽ UDF. കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്തിയ സംതൃപ്തിയിൽ BJPയും. നഷ്ടം CPIMന് മാത്രം, M സ്വരാജിന് മാത്രം. ടീം 24 നിലമ്പൂർ.